വെൽക്കം ടു BCA ട്യൂട്ടോറിയൽസ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കേരള PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 114/2016 പാർട്ട് 4 ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ എ 4-stroke engine, when one stroke of the piston completed, the crank rotates through option A 90 degree, B 180 degree, C 270 degree and D 360 degree. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. എന്താണ് 4-stroke എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമുക്കിപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്, 2 സ്ട്രോക്ക് ഉണ്ട്, 4 സ്ട്രോക്ക് ഉണ്ട്. അപ്പോൾ ഈ 4 സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ 4 സ്ട്രോക്കിലാണത് കംപ്ലീറ്റ് ആവുന്നത്, കമ്പസ്റ്റൻ കംപ്ലീറ്റ് ആവുന്നത്. ആ ഒരു സൈക്കിൾ, ആ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് 4 സ്ട്രോക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഫസ്റ്റ് സ്ട്രോക്ക്. അപ്പോൾ ഇത് എത്ര ഡിഗ്രി ആയി? ഇത് 180 ഡിഗ്രി ആയി അല്ലേ? 4 സ്ട്രോക്കിൽ 1 സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ 1 സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രി? 180 ഡിഗ്രി. സെക്കൻഡ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ തിരിച്ച് മേലേക്ക്. ഓക്കെ, അപ്പോൾ എത്ര ഡിഗ്രി വന്നു? 360 ഡിഗ്രി വന്നു. ഓക്കെ, ദെൻ തേർഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും താഴേക്ക്. ഓക്കെ, ഇതാണ് തേർഡ് സ്ട്രോക്ക്. അപ്പോൾ 540 ആയി. ദെൻ ഫോർത്ത് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും മേലേക്ക്. അപ്പം ആ ഒരു 4 സ്ട്രോക്ക് ആകുമ്പോഴേക്കും മൊത്തത്തിൽ എത്ര ഡിഗ്രി വരുന്നുണ്ട്? 720 ഡിഗ്രി വരുന്നുണ്ട്. ഓക്കെ, ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ചോദിച്ചത് എങ്കിൽ അതിൻ്റെ ആൻസർ 720 ഡിഗ്രിയാണ്. ഇവിടെ 1 സ്ട്രോക്ക് ചോദിച്ചുകൊണ്ട് നമ്മുടെ ആൻസർ എത്രയാണ്? 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി റൊട്ടേഷനാണ് വരുന്നത്. അപ്പോൾ ഓരോ സ്ട്രോക്കിലും ഓരോ ഓപ്പറേഷനാണ്. ഇപ്പോൾ ഫസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഇൻടേക്കാണ്, അതായത് നമ്മുടെ ഫ്യൂവൽ പ്ലസ് എയർ, അതിൻ്റെ മിക്സ്ചർ നമ്മൾ ഏതിലേക്ക് വരുന്നു? നമ്മുടെ കണ്ടെയ്നറിലേക്ക് വരുന്നു. സെക്കൻഡ് എന്ന് പറയുന്നത് കംപ്രഷനാണ്, കംപ്രഷൻ. തേർഡ് എന്ന് പറയുന്നത് പവറാണ്, പവർ. ഫോർത്ത് എക്സോസ്റ്റ്, എക്സോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ ഇൻടേക്ക്, സെക്കൻഡിൽ അത് കംപ്രസ് ചെയ്യും, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഫ്യൂൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ നാലാമത്തെ എക്സോസ്റ്റ്, അതായത് ആ കത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഗ്യാസ് ജനറേറ്റ് ചെയ്യും അല്ലേ? ആ ഗ്യാസിന് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൽ ചെയ്യണം, എക്സോസ്റ്റ് ചെയ്യണം. അതാണ് ഫോർത്ത് വൺ എന്ന് പറയുന്നത്. ഈ പ്രൊസീജിയറാണ് കംപ്ലീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ഇത് 2 സൈക്കിളിൽ തന്നെ അത് കംപ്ലീറ്റ് ആവും എന്നുള്ളതാണ്. ഇപ്പോൾ 2 സ്ട്രോക്കിൻ്റെ കേസിൽ നമുക്ക് ഇൻടേക്കും കംപ്രഷനും എക്സോസ്റ്റും ഒക്കെ ഫസ്റ്റത്തേൽ നടക്കും. അതിനുശേഷം പവറും പ്രീ കംപ്രഷനും സെക്കൻഡ് സ്റ്റെപ്പിൽ നടക്കും. ആ ഒരു രീതിയിലാണ് 2 സ്ട്രോക്കിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ എക്സസ് എനർജി ഡെവലപ്ഡ് ഡ്യൂറിങ് പവർ സ്ട്രോക്ക് ഇൻ ആൻ എഞ്ചിൻ ഈസ് സ്റ്റോർഡ് ബൈ ഓപ്ഷൻ എ ഗവർണർ, ബി ഫ്ലൈ വീൽ, സി ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് ഡി പിസ്റ്റൺ. അപ്പോൾ എക്സസ് എനർജി ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുക? ഫ്ലൈ വീലിലാണ് സ്റ്റോർ ചെയ്യുക. കാരണം നമുക്ക് ഓരോ പ്രാവശ്യം നമുക്കിങ്ങനെ മൂവ് ചെയ്യണം, പക്ഷേ എല്ലാ പ്രാവശ്യം മൂവ് ചെയ്യാനുള്ള എനർജി അതിലില്ല. ഫസ്റ്റ് സ്ട്രോക്കിൽ മാത്രമേ കിട്ടുള്ളൂ. ബാക്കി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എക്സസ് ആയിട്ട് വരുന്ന എനർജി നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടി വരും. ആ എനർജിയാണ് വീണ്ടും ബാക്കി 3 സ്ട്രോക്കിലേക്കും വേണ്ടിയിട്ട് നമ്മൾ റിസർവ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെവിടെയാണ് ഉണ്ടാവുക? അതെവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നുണ്ടാവുക? ഫ്ലൈ വീലിലായിരിക്കും. നെക്സ്റ്റ് വൺ: the function of a differential is to connect the 2 rear wheels in correct alignment. Option B: receive power from the engine and to transmit to the rear wheels. Option C: absorb shocks and keeps the stability of the vehicle. Option D: provide relative motion to the 2 rear wheels when the vehicle is taking a turn. അപ്പോൾ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു 4 വീലറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബാക്കിലുള്ള 2 വീൽസും, അപ്പോൾ ആ വീൽസിന് ഇപ്പോൾ നമ്മൾ ഒരു സ്ട്രേറ്റ് റോഡാണ് എങ്കിൽ നമ്മൾ ആ ഒരു രണ്ടും സെയിം ഡിസ്റ്റൻസ് ആണ് അത് മൂവ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു ടേണിംഗ് ആണ് വരുന്നത് എങ്കിലോ, ഇവിടെയാണുള്ളത് രണ്ടും സെയിം വിഡ്ത്താണ് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് എങ്കിൽ ഈ ഒരു വീല് മൂവ് ചെയ്യുന്നതും ഈ ഒരു വീല് മൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ അവിടെ ഒരു റിലേറ്റീവ് മോഷൻ നമുക്ക് ആ ഒരു 2 വീല് നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടി അത് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഡിഫറൻഷ്യൽ യൂസ് ചെയ്യുന്നത്. ഇത് റൈറ്റിലേക്ക് മാത്രമല്ല ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള വീലും ഈ ഒരു രീതിയിലുള്ളൊരു റിലേറ്റീവ് മോഷൻ അവിടെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു 2 വീൽസിൻ്റെയും മൂവ്മെൻറ്റിൽ ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള ആ ഒരു ഡിഫറൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏത് ഓർത്ത് വെക്കുക?
ഡിഫറൻഷ്യൽ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അത് എപ്പോഴേ വേണ്ടുള്ളൂ, നമ്മൾ ടേണിങ്ങിൻ്റെ കേസിൽ മാത്രമേ വേണ്ടൂ. അത് ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് വൺ, എ കണ്ടൻസർ ഇൻ എ സ്റ്റീം പവർ പ്ലാന്റ് ഈസ് യൂസ്ഡ് ടു ഓപ്ഷൻ എ generate steam, B increase pressure, D exchange the heat of low pressure steam to the cooling medium, and option D convert heat energy of steam to mechanical energy. അപ്പോൾ കണ്ടൻസർ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റീം പവർ പ്ലാന്റിൻ്റെ കേസിൽ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റീം പവർ പ്ലാന്റിൻ്റെ കേസിൽ നമുക്ക് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ തെർമൽ പവർ പ്ലാന്റ് ആണെങ്കിൽ അത്തരം കേസസിൽ എങ്ങനെയാണ്, അവിടെ ഒരു ബോയിലർ ഉണ്ടായിരിക്കും. ഓക്കെ, ആ ബോയിലറിന് നമുക്കിപ്പോൾ ഒരു ഫോസിൽ ഫ്യൂൽസ് ഒക്കെ ആണെങ്കിൽ അത് കത്തുമ്പോൾ എന്തുണ്ടാവും, ചൂടാവും അല്ലേ. അപ്പോൾ ആ ചൂട് നമുക്കിപ്പോൾ വാട്ടർ ഉണ്ടെങ്കിൽ ആ വാട്ടർ ആ ഒരു എനർജി, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. അതിന് ശേഷം അത് അത് ബോയിൽ ചെയ്യും. അത് ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ, സ്റ്റീമായിട്ട് മാറും. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഈ സ്റ്റീം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടർബൈൻ കറക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് സ്റ്റീം ടർബൈൻ എന്ന് പറയുന്നത്. ഈ സ്റ്റീം ടർബൈൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് എന്താ പറയുക, ബ്ലേഡ് ഉണ്ട്. ആ ബ്ലേഡ് ഈ സ്റ്റീമിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് അത് മൂവ് ചെയ്യും. അങ്ങനെ എന്ത് ജനറേറ്റ് ചെയ്യും, ഈ ഒരു എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, ഈ ഹീറ്റ് എനർജിയെ, സ്റ്റീമിൻ്റെ ഹീറ്റ് എനർജിയെ നമ്മൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ജനറേറ്ററിലേക്കായിരിക്കും. അപ്പോൾ ആ ജനറേറ്ററിൽ എന്ത് കിട്ടി, മെക്കാനിക്കൽ എനർജി. ആ മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്തുകൊണ്ട് ജനറേറ്റർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇലക്ട്രിസിറ്റി. ഓക്കെ, ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു മെക്കാനിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്തു, ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ എക്സസ് വരുന്ന, ബാക്കി വരുന്ന എനർജി എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം, കൂൾ ചെയ്യണം. ഓക്കെ, അതിനെ നമുക്ക് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യണം, ബാക്കിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഒരു കണ്ടൻസറുമായിട്ട് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ കണ്ടൻസർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാ, ഈ ഒരു ലോ പ്രഷർ സ്റ്റീമിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, വാട്ടറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടൊരു കൂളിംഗ് മീഡിയമാണ്. ഓക്കെ, ആ ഒരു രീതിയിലാണ്. അതിന് ശേഷം നമ്മളത് വേറെയും ഒരു സീരീസ് ഓഫ് ഹീറ്റേഴ്സ് വെച്ച് കണക്ട് ചെയ്യും. ദെൻ ഇതിനെ വീണ്ടും നമ്മൾ ബോയിലറിലേക്ക് കൊടുക്കും. അങ്ങനെ ഇതൊരു സൈക്കിളായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു സ്റ്റീം സൈക്കിൾ എന്നുകൂടി നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടൻസർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ കണ്ടൻസർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ എന്തായി, എക്സ്ചേഞ്ച് ദ ഹീറ്റ് ഓഫ് ലോ പ്രഷർ സ്റ്റീം ടു ദി കൂളിംഗ് മീഡിയം. അപ്പോൾ അതാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനറേറ്റ് സ്റ്റീം, ഇൻക്രീസ് പ്രഷർ, കൺവേർട്ട് ഹീറ്റ് എനർജി ഓഫ് സ്റ്റീം ടു മെക്കാനിക്കൽ എനർജി. ഇതൊന്നും എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതല്ല, നമ്മുടെ കണ്ടൻസറുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതല്ല. നെക്സ്റ്റ് വൺ, വിച്ച് പവർ പ്ലാന്റ് ഈസ് മോർ എഫിഷ്യൻറ്റ്? ഓപ്ഷൻ എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ഓപ്ഷൻ ബി ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഓപ്ഷൻ സി തെർമൽ പവർ പ്ലാന്റ്, ഓപ്ഷൻ ഡി ഡീസൽ പവർ പ്ലാന്റ്. അപ്പോൾ ഇതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഡാമിൽ, ഓക്കെ, ഡാം യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിൽ, അപ്പോൾ ഈ ഡാം എന്ന് പറയുമ്പോൾ എന്താ, നമ്മളെ വാട്ടർ ഒരു ഹൈറ്റിൽ നിന്ന് നമുക്ക് വീഴുന്നതാണ് അല്ലേ, ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ അവിടെ ഒരു എനർജി ലോസ് ഒന്നും അവിടെ വരുന്നില്ല. എന്താണോ അത് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് 85 to 90% നമുക്കവിടെ കിട്ടുന്നുണ്ട്. ബാക്കി മാത്രമേ നമുക്കവിടെ എനർജി ലോസ് വരുന്നുള്ളൂ കമ്പയർ ടു അതർ ന്യൂക്ലിയർ, തെർമൽ ആൻഡ് ഡീസൽ പവർ പ്ലാന്റ്സ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു എനർജി കൺവേർഷനിൽ അങ്ങനെ വലിയൊരു ലോസ് വരാത്തത് ഏതാണ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ്. അതുകൊണ്ടാണ് അത് മോസ്റ്റ് എഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആയി കഴിഞ്ഞാൽ, ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നമുക്ക് ന്യൂക്ലിയർ ഫിഷൻ എന്നൊക്കെ പറയുമ്പോൾ ഹൈ എനർജി ഉണ്ട്, പക്ഷെ അതിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു എഫിഷ്യൻസി പറയുമ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് പവർ പ്ലാന്റിൻ്റെ എഫിഷ്യൻസി ചെറുതായി ഒന്ന് പറഞ്ഞു പോവാം. എന്നാൽ ഹൈഡ്രോ 85 to 90.
നെക്സ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് 38. നെക്സ്റ്റ് ഡീസൽ 35 to 40 റേഞ്ച് നമുക്ക് പറയാം, മാക്സിമം 40-42. ദെൻ നെക്സ്റ്റ് നാച്ചുറൽ ഗ്യാസ് 32 to 38. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഡിഫറെൻറ്റ് പവർ പ്ലാന്റിൻ്റെ എഫിഷ്യൻസി വരുന്നത്. അതുപോലെ നമുക്ക് വിൻഡ് ടർബൈൻ്റെ കേസ് പറയാം, സോളാറിൻ്റെ പറയാം. പക്ഷെ അതൊക്കെ വളരെ എഫിഷ്യൻസി കുറവായിട്ടുള്ളതാണ്. വിൻഡ് എന്നൊക്കെ പറയുമ്പോൾ 20% ഒക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ 20 to 30 റേഞ്ച് നമുക്ക് പറയാം. അതുപോലെ സോളാറും ഈ 20 റേഞ്ചിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയാണ് നമുക്കിന്നിവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഹൈഡ്രോ ഇലക്ട്രിക് power plant. Okay, that's all for now. Thank you.